99 വയസ്സ് പിന്നിട്ട് 100 എന്ന് പറയുന്ന മാജിക് നമ്പറിൽ എത്തി നിൽക്കുകയാണ്. ഇത്രയും ഊർജ്ജസ്വലനായിട്ട് ഇപ്പോഴും നടക്കാൻ പറ്റുന്നതിൻ്റെ രഹസ്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? വൈദികനാണെന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന നിർബന്ധമായിരുന്നു. നിർബന്ധപൂർവ്വം സെമിനാരി ചേരുന്ന ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വലിയ അപകടമായിരുന്നല്ലോ, അച്ഛനാനൊക്കെയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ കോളായിരുന്നു. ദൈവത്തിൻ്റെ വിളിയെല്ലാം സ്പെഷ്യലാണ്. നൂറിൻ്റെ നിറവിൽ ഒരിടയൻ സ്നേഹദൂതുമായി ക്രിസ്തുവിനൊപ്പം 100 വർഷം സഞ്ചരിച്ച പാലാ രൂപതയുടെ ബിഷപ്പ് എമറിറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ. കോട്ടയം ജില്ലയിലെ രാമപുരത്ത് 1927 ഏപ്രിൽ 10 ജനനം. സ്കൂൾ പഠനം മുത്തോലപുരം, ഇലഞ്ഞി, മാന്നാനം, വാഴക്കുളം എന്നിവിടങ്ങളിൽ. ചങ്ങനാശ്ശേരി സെൻറ്റ് ബെർഗ്മാൻസ് കോളേജ്, ട്രിച്ചനാപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിൽ പ്രീ യൂണിവേഴ്സിറ്റി ബിരുദ പഠനങ്ങൾ. പിന്നീട് പ്രശസ്തമായ മദ്രാസ് ലയോള കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദം. അതിനുശേഷം ചങ്ങനാശ്ശേരി സെൻറ്റ് തോമസ് പെറ്റിറ്റ് സെമിനാരിയിൽ വൈദിക പഠനത്തിനായി ചേർന്നു. മേജർ സെമിനാരി പഠനത്തിനായി മംഗലാപുരത്തെ സെൻറ്റ് ജോസഫ് മേജർ സെമിനാരിയിലേക്കും റോമിലെ കൊളീജിയോ ഉർബാനോ ഡി പ്രൊപ്പഗൻഡോ ഫിഡിലേക്കും അയച്ചു. തുടർന്ന് 1958 നവംബർ 23 റോമിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. പിന്നീട് PhD പഠനത്തിനിടയിൽ റോമിലെ മലബാർ കോളേജിൽ വൈസ് റെക്ടറായി നിയമിതനായി. പിന്നീട് റോമിലെ പൊന്തിഫിക്കൽ അർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയതിനു ശേഷം 1962 പിതാവ് കേരളത്തിലേക്ക് മടങ്ങി. തുടർന്ന് ചങ്ങനാശ്ശേരി സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ തത്വശാസ്ത്രാധ്യാപകനായി നിയമിതനായി. 1973 സെമിനാരിയിൽ റെക്ടറായി സേവനമനുഷ്ഠിക്കുമ്പോൾ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിൻ്റെ സഹായിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും 1973 ഓഗസ്റ്റ് 15 കർദിനാൾ മാർ ജോസഫ് പറയകാട്ടിൽ സഹായമെത്രാനായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് മാർ സെബാസ്റ്റ്യൻ വയലിൽ വിരമിച്ചതിനെ തുടർന്ന് 1981 ഫെബ്രുവരി 6 പാലാ രൂപതയുടെ 2ാമത്തെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. തുടർന്ന് 1981 മാർച്ച് 25 പാലാ സെയിൻറ്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് സ്ഥാനാരോഹണം നടന്നു. 23 വർഷം പാലാ രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം 2004 മെയ് 2 തൻ്റെ പിൻഗാമിയായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന് ചുമതല കൈമാറി. പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും വിനയത്തിൻ്റെയും സുഗന്ധം പരത്തുന്ന 100 വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പാലാക്കാരുടെ പ്രിയപ്പെട്ട പിതാവ്, അവരുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ. പാലായുടെ മുഖശ്രീയായ നിറഞ്ഞ ചിരിയും തെളിഞ്ഞ ചിന്തകളുമുള്ള പാലാക്കാരുടെ പ്രിയപ്പെട്ട വല്യപിതാവ് 100ാം വയസ്സിൻ്റെ ചെറുപ്പത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് പാലാ രൂപതയുടെ ബിഷപ്പ് എമറിറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിന് ഇടയ ശബ്ദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിതാവെ, നമുക്ക് കുട്ടിക്കാലത്തുനിന്ന് തുടങ്ങാം. ബാല്യകാലത്തെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മ എന്താണ്? കുടുംബ പശ്ചാത്തലം ഇതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഒരു കർഷക ഗ്രാമത്തിലാണ് ജനിച്ചത്, മുത്തോലപുരം. അവിടുത്തെ എല്ലാവരും കൃഷിക്കാരാണ്. കടകളൊന്നും തന്നെ ഞാൻ ജനിക്കുന്ന കാലത്ത് അവിടെ ഇല്ല. ഇന്നും 1-2 കടകൾ മാത്രമേ ഉള്ളൂ. പഴയതുപോലെ തന്നെ ഒരു നല്ല ഒരു കർഷക ഗ്രാമം.
അതിലെ ഭൂരിഭാഗം ആളും കത്തോലിക്കലാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ജീവിതം മുഴുവൻ ബന്ധപ്പെട്ടിരുന്ന ഈ ദേവാലയമായിട്ടാണ്. അവിടെ വികാരിച്ചനുണ്ട്, അസന്നിച്ചനുണ്ട്, 2 വലിയച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പോയി കാണും. കുമ്പസാരിക്കാനൊക്കെ എളുപ്പം, ഞങ്ങൾ പിള്ളേരൊക്കെ ആയിരിക്കുമ്പോൾ. അങ്ങനെ ആ ദേവാലയമായിട്ടുള്ള ബന്ധം. പിന്നെ സ്കൂള്, ഞാൻ പ്രൈമറി സ്കൂൾ പഠിച്ച മുത്തലോട് തന്നെയാണ്. പള്ളിയുടെ പറമ്പിൽ തന്നെ ഇരിക്കുന്ന, പറമ്പിൽ എന്ന് പറഞ്ഞാൽ അധികം ഇല്ല, ഇരിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. അത് ഗവൺമെൻറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് ഗവൺമെൻറ് തിരിച്ചു നൽകി. നമ്മൾ പണിത ഒരു കെട്ടിടമായിരുന്നു. അതൊരു ഗവൺമെൻറ് സ്കൂളാണെങ്കിലും നല്ല എല്ലാ കാര്യങ്ങളും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. പൊതുവെ ചെറുപ്പകാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഗ്രാമത്തിൻ്റെ ശാലീനത പ്രത്യേകമാണ്. അതിൻ്റെ ഒരു വിശുദ്ധി ഒക്കെ എല്ലാം വളരെ നല്ലൊരു ജീവിതമായിരുന്നു. ആ തരത്തിൽ കുടുംബം. എനിക്ക് എൻ്റെ വല്യപ്പനുണ്ടായിരുന്നു, വല്യമ്മ ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. ഫാദറും മദറും. ഞങ്ങൾ 6 പേരായിരുന്നു. 2 പേര് ചെറുപ്പത്തിൽ മരിച്ചു. പിന്നെ ഞങ്ങൾ അവസാനം 4 പേരാണ്. എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ പിന്നെ എൻ്റെ പെങ്ങളും ഒരു അനിയനും. ഇപ്പോൾ അവർ 4 പേരിൽ ഇപ്പം 3 പേരേ ഉള്ളൂ. ജ്യേഷ്ഠൻ മരിച്ചു പോയി. നമ്മൾ ചോദിച്ചതിൽ ബാല്യകാലത്തെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്താണെന്നായിരുന്നു. ബാല്യകാലത്തെ കൂട്ടുകാരായിട്ട് നമ്മുടെ അയലോക്കത്തെ വീട്, ഞങ്ങളുടെ തൊട്ടടുത്ത വീടാണ്, ഞങ്ങളുടെ അങ്കിളിൻ്റെ വീടാണ്. അവിടെയുള്ള 2 പേരുണ്ട്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിട്ട് അങ്ങനെ ജീവിച്ചു. കളിയും ചിരിയുമായിട്ടൊക്കെ നടക്കുന്ന ഒരു കാലം. ഏറ്റവും സന്തോഷകരമായ ജീവിതമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന നിർബന്ധമായിരുന്നു. കുരിശുമണി അടിച്ചാൽ വലിയപ്പം വിളിക്കും പിള്ളേർ. ഞങ്ങൾ പോലെ ആ കുരിശുമണിയല്ല വേറെയാണ് ശബ്ദമെന്ന് കയറിയും അല്ല വരാൻ പറയും. 1 മണിക്കൂറിന് കുരിശ് പ്രാർത്ഥന. പിന്നെ ഈ വേമാസിലൊക്കെ മേയും ഈ വണക്കമാസവും ഏകദേശം എല്ലാം കൂടെ ഒരു 1 മണിക്കൂറോട് എടുക്കുമായിരുന്നു. വൈദികനാകാനായിട്ടുള്ള ആഗ്രഹം ഈ ഒരു പശ്ചാത്തലത്തിലാണോ? അതിനെക്കുറിച്ച് വൊക്കേഷനെ കുറിച്ച് അന്ന് എനിക്കൊരാഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വൈദികരെ ബഹുമാനമായിരുന്നു, സന്തോഷമായിരുന്നു. ഞങ്ങൾ വൈദികരെ വീടുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കഴിയുന്ന വികാരിമാരാണ് ഉണ്ടായിരുന്നത്. അവർ പലപ്പോഴും അവിടെ വരുമായിരുന്നു. വൈകുന്നേരം വെള്ളമൊക്കെ ഇല്ലാതെ കുളിക്കാനായിട്ട് ഇവിടെ വരും. കുളിച്ച് അത്തവിടെ കഴിഞ്ഞ് പോയി ഞങ്ങൾ കൊണ്ടുപോയി വിടും. അങ്ങനെ ആ ഒരു എന്താ പറയുന്ന ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ. പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ വൈദികനാണോ എന്നുള്ളൊരാഗ്രഹം? അന്നൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. വൈദികനാണെന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഈ ഞാൻ എൻ്റെ വാഴക്കുളത്തും മാന്നാനത്തുമൊക്കെ CMA ആയിരുന്നു. അവർക്കൊക്കെ ആഗ്രഹമാണ് തന്നെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് മോശമല്ല, എന്നാലും അന്ന് ഞാൻ മിടുക്കനായിട്ടുള്ള ഒരു പയ്യനായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. കുർബാനയ്ക്ക് വിടാനൊക്കെ പോയിരുന്നു സ്കൂളിലെ ബോർഡിങ്ങിലായിരിക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു അച്ഛന്മാരോട് താല്പര്യമായിരുന്നു. പിന്നീട് MA പഠനമൊക്കെ കഴിഞ്ഞാണല്ലോ വൈദികനാകുന്നത്, സെമിനാരിയിൽ ചേരുന്നത്. ഞാൻ MA കഴിഞ്ഞിട്ടാണ് ചേരുന്നത്. അതുവരെ ചിന്തിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു വൊക്കേഷനിൽ എത്തപ്പെട്ടത്? ഒരു വൈദികനായിട്ട് സംസാരിച്ചപ്പോഴാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കുറേ ഒരു വർഷമെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ. അച്ഛൻ പറഞ്ഞു താമസിക്കരുത്. അച്ഛൻ ഉടനെ പറഞ്ഞു ഒരു കൊല്ലം താമസിച്ച് അച്ഛൻ വൊക്കേഷൻ നഷ്ടപ്പെടും, പോയി സെമിനാരി ചേർന്നത് നിർബന്ധമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ താല്പര്യമില്ല, യു ഗോ ആൻഡ് അപ്ലൈ. അത് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് വരില്ലേ ചേരുന്നത്. ഒരു ദിവസം പറഞ്ഞാൽ നിർബന്ധപൂർവ്വം സെമിനാരി ചേർന്ന ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നിർബന്ധം ഒരു നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്. അച്ഛൻ്റെ ഉപദേശം നന്നായിട്ട് പറഞ്ഞു. എനിക്കിപ്പോൾ തോന്നുന്നത് അത് അല്ലേ ഒരു പക്ഷേ അച്ഛനാകുകയില്ലായിരുന്നു. എത്രയൊന്നുമല്ലേ ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് ചങ്ങനാശ്ശേരിയില്ല SB കോളേജിൽ ഞങ്ങളുടെ വാർഡൻ കുര്യാസ് അച്ഛനായിരുന്നു. ഇവിടുത്തെ ഈ തുരുത്തിപ്പള്ളി ഇടവക്കാരനാണ്. ഞാൻ വെക്കേഷന് തേങ്ങ ഇടിക്കാൻ പോയി. 2 കരിക്ക് എനിക്കുണ്ട് അവകാശമായിട്ട്.
ആ കരിക്ക് വീട്ടിൽ കൊണ്ടുവന്നു, ഞാൻ വെട്ടാൻ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ എടുത്തു ആദ്യത്തെ വെട്ടി. ഞാൻ ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, എന്നിട്ട് എൻ്റെ കരിക്ക് വെട്ടിയത്? ഞാൻ ബാക്കി വെച്ചെടുത്ത് വെട്ടി, ആദ്യത്തെ വെട്ടിന് കൈക്കിട്ടാണ് കൊടുത്തത്. കൈ മിക്കവാറും അറ്റുപോകുന്ന പോലെ ആയിപ്പോയായിരുന്നു. വേണ്ടെന്നൊരു മെതിട്ടത്. ഇത് കണ്ട് ഞാൻ കോളേജ് ചെല്ലുമ്പോൾ അച്ഛൻ എന്നാ പറ്റി ജോസഫെ കയ്യാലിനാ പറ്റുന്നത്? കരിക്ക് വെട്ടിയതെന്ന് പറഞ്ഞു. ഇത് വലിയ അപകടമായിരുന്നല്ലോ, അച്ഛനാ നോക്കിയാലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാനതിനെപ്പറ്റി ഒരിക്കലും എങ്കിലും അച്ഛനാ പറഞ്ഞല്ലോ എന്ന് എനിക്ക് അത്ഭുതം എപ്പോഴും തോന്നുക. ഇത് മുറിഞ്ഞിട്ട് പോയിരുന്നതിൽ അച്ഛനാ നോക്കിയാലായിരുന്നോ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. കർത്താവ് തന്നൊരു നിയോഗമാണ്, അത് സഭയ്ക്ക് അനുഗ്രഹമായി മാറി. ദൈവത്തിൻ്റെ വിളിയെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതെല്ലാം തരത്തിൽ ദൈവം നമ്മെ വിളിക്കുന്നത്. ഞാൻ ഈയിടെ ധ്യാന പുസ്തകത്തിൽ വായിച്ചപ്പോൾ എസ്തഫാനോസിന് പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ ഒരു പൗലോസിലെ സഭയ്ക്ക് കിട്ടിയാലായിരുന്നു പറഞ്ഞു. ദൈവത്തിൻ്റെ പ്ലാനിൽ അത് ഉൾപ്പെട്ടിരുന്നു. സ്റ്റീഫൻ അവർക്ക് വേണ്ടി പൗലോസിന് സ്റ്റീഫൻ്റെ അവിടുത്തെ വസ്ത്രം സ്വീകരിച്ചാണ്. പൗലോസായിരുന്നു, സൗളായിരുന്നല്ലോ. അപ്പം അഗസ്റ്റിൻ പറയുന്നത്, ഇഫ് സ്റ്റീഫൻ ഹാഡ് നോട്ട് പ്രേഡ്, ചർച്ച് വുഡ് നോട്ട് ഹാവ് ഗോട്ട് പോൾ എന്ന് പറയുന്നതാണ്. നമ്മളുടെ ഒന്നും അറിയാം, നമുക്ക് ദൈവത്തിൻ്റെ വിളി എപ്രകാരം നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞപ്പം പോകേണ്ടതായിരുന്നു. അച്ഛന്മാർക്ക് വളരെ താല്പര്യമായിരുന്നു. ഞാൻ വൈദ്യനാകുന്നൊക്കെ ആയിരുന്നു. എന്താ കാരണം എനിക്കറിയത്തില്ല. ചെന്നിടത്തെല്ലാം വിചാരിച്ചു ഞാൻ അച്ഛനാകുന്നുള്ളതാണ്. പിന്നെ BA ട്രിച്ചിയിലായിരുന്നു. അവിടെ അച്ഛന്മാർക്ക് താല്പര്യമായിരുന്നു എന്നോട്, സാർമാർക്കും എല്ലാവളായാലും. അത് കഴിഞ്ഞിട്ടാണ് ചേർന്നത്. ഈ അവസരത്തിലൊക്കെ സഭയായിട്ടുള്ള ബന്ധം എന്നായിരുന്നു എനിക്കെപ്പോഴും. ഞാൻ ലവളായാലുന്നൊരു നിർബന്ധമില്ല പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ. എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, കുർബാനയ്ക്കൊക്കെ, എല്ലാ ആ കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കും എല്ലാം. ഞാൻ എപ്പോഴും ഓർക്കും, ട്രിച്ചിയിലെ ഹോളി വീക്കിലായിരുന്നു ഞങ്ങൾ പരീക്ഷ. തീർന്നില്ല, പിന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് പരീക്ഷ. അപ്പോൾ മോണ്ടേ തേഴ്സ്ഡേ അന്ന് രാത്രി ആരാധനയുള്ള കാലമാണ്. പെസവാഴ്ച ഞാനും എൻ്റെ സുഹൃത്തുക്കളെ ചുമ്മാ നമുക്ക് പള്ളിയിലൊന്ന് പോകാം. വലിയ ദൂരമില്ല, ഹോസ്റ്റലാണല്ലോ, അവിടെ ചെന്നപ്പോൾ ആരുമില്ല പള്ളിയിൽ, നമുക്ക് ഇന്നിരിക്കാമെന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ ഞങ്ങൾ മാറി മാറിയിരുന്ന് ആരാധന നടത്തി. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെയൊക്കെ എൻ്റെ പ്രവർത്തനം കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ അച്ഛന്മാർക്ക് പലപ്പോഴും ഞാൻ അച്ഛനാകുന്നത്. മനഃപൂർവ്വം. പക്ഷേ ഒരിക്കലും ഞാൻ ഒരു വൈദികൻ ചിന്തിച്ചിട്ടില്ല. ഒരാൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു സ്പെഷ്യൽ കോളായിരുന്നു. ദൈവത്തിൻ്റെ വിളിയെല്ലാം സ്പെഷ്യലാണ്. ദൈവം ഞാൻ MA പാസ്സാകൊണ്ട് ഒരു വലിയ വൃത്തിയാന്ന് വിളിയാന്ന് പറ്റി പറയും. ആരെയും വിളിക്കുന്നത്, ഉദാഹരണമായിട്ട് അൽഫോൻസമ്മയുടെ വിളി എന്നാ. അൽഫോൻസമ്മ ആരായിരുന്നു? ഒന്നുമല്ലാത്തൊരു സിസ്റ്റർ, എല്ലാവർക്കും ഭാരമായിരുന്നു. എന്ത് വലിയ വൊക്കേഷനായിട്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി ഇന്നത് കൊണ്ടാണ്, അല്ലെ ഇന്ന പ്രത്യേകത കൊണ്ടാണ് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, അതാണുള്ള പ്രാധാന്യം. നമ്മുടെ ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കുക, നന്നായിട്ട് മറുപടി നൽകുക. ആൻസർ ദി കോൾ ഓഫ് ഗോഡ് എന്ന് പറയാറില്ലേ, നന്നായിട്ട് പ്രവർത്തിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. പാലാരൂപതയുടെ മെത്രാനായി അഭിഷിക്തനായപ്പോൾ മനസ്സിൽ എന്തായിരുന്നു? ഞാൻ പറയാം, ഇതിൽ മെത്രാനായിട്ട് നൊവേനയും ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയാലെന്ന് പറഞ്ഞു. അവർ സ്വീകരിച്ചില്ല. പിന്നെ പേര് വന്നു ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് പറയാം. അവർ സമ്മതിച്ചില്ല.
ഞാൻ രണ്ടുമൂന്നാണ് പറഞ്ഞു. അവിടെ നിന്നൊരു മോൺസിനർ വന്നായിരുന്നു, പേപ്പർ തന്നു. ഞാൻ തൂങ്കുഴി പിതാവിൻ്റെ കൂടെയായിരുന്നു. ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയത്. എനിക്ക് വിഷമമാണ്. ഇഫ് പോസിബിൾ പ്ലീസ് അവോയ്ഡ് ദിസ് എന്ന് പറഞ്ഞായിരുന്നു. സംഭവിച്ചില്ല. പിന്നെ ഏറ്റെടുത്തു. പിതാവെ, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ യുവജനങ്ങൾ നമ്മുടെ സഭയിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് പിതാവിന് തോന്നുന്നത്? ഒന്നാമതായിട്ട് അവരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. മുതിർന്നവരെ നമുക്ക് ഒരുപക്ഷെ അവരുടെ ചില പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ വിഷമമില്ല. അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ അവർ തീർച്ചയായും നമ്മൾ ബന്ധപ്പെടും. അവർക്ക് അംഗീകാരം നൽകണം. അവരെ തെറ്റുകളും അവരെ ശാസിക്കാതെ സ്നേഹപൂർവ്വം അവർ ഉപദേശിച്ചു കൊണ്ടിരണം. അവരെ കുറ്റപ്പെടുത്താൻ നോക്കരുത്. തെറ്റ് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്തുക, മാന്യമായിട്ട് തിരുത്തുക, ഔദാര്യപൂർവ്വം തിരുത്തുക. ഇതൊക്കെ ചെയ്താൽ അവരെ തീർച്ചയായിട്ടും നമ്മളെ വെച്ച് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇന്ന് യുവജനങ്ങൾ നമ്മൾ അകന്നു പോകുന്ന പറയും ശരിയൊന്നുമല്ല. എന്നും കാരണന്മാരെ പറയുമല്ലോ. നമ്മുടെ കാരണന്മാർ നമ്മളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഇവരൊന്നും ഇവ എത്രമാത്രം ജീവൻ നടക്കുന്നത്. അത് എന്നും തുടർച്ചയായിട്ടുണ്ടാകും. കാരണം അവർക്ക് അവരുടെ മനോഭാവമല്ല, അവരുടെ പ്രവർത്തന രീതിയല്ല കുട്ടികളുടെ. പക്ഷെ കുറേയൊക്കെ തിരുത്തേണ്ടതായിട്ട് വരും. തിരുത്തി അവർ സന്തോഷമായി സ്വീകരിക്കും. യുവജനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ മതി. ഈ ബെനഡിക്ട് മാർപ്പാപ്പ, അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അവരുമൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. അവരുടെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളൊന്നും. എൻ്റെ ജോൺ പോൾ മാർപ്പാപ്പയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാനൊരു 4-5 തവണയെങ്കിലും അദ്ദേഹമായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 3-4 ആദിലിമന വിസിറ്റ്. ആദിലിമെന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തൊരിക്കൽ വിസിറ്റ് ഞങ്ങളുടെ പതിവ്. അങ്ങനെ ഒരു സഭയുടെ എപ്പോഴും നിർബന്ധമില്ല, എങ്കിലും ഒരു 5 അങ്ങനെ 3-4 പേഴ്സണലായിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നെ നന്നായിട്ട് സഭയെപ്പറ്റി നമ്മുടെ സഭ ഒരിക്കൽ ഞാൻ എന്താ പറഞ്ഞു, യു ബിഷപ്പ്, യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, യു ഹാവ് സോ മെനി പ്രീസ്, ഐ സീ ഓപ്പൺ യുവർ സിസ്റ്റേഴ്സ് ഇൻ മൈ ഓഡിയൻസ്. അദ്ദേഹം പറയണ്ടേ വളരെ സൗഹൃദമായിട്ട്. അദ്ദേഹത്തിന് നമ്മുടെ സഭയെ നന്നായിട്ട് അറിയാമായിരുന്നു. ഈ നമ്മുടെ സഭയുടെ വിശ്വാസ ജീവിതവും ഞങ്ങൾ ആദ്യം ജോൺ പോൾ മാർപ്പാപ്പ 80-ലാണ് കാണുന്നത്. അന്ന് ആദിൽമാനയ്ക്ക് പോയത്. പക്ഷെ അന്നേരം ആദിൽമാ കുറച്ച് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അന്നേരം മാപ്പ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് വേണമെങ്കിൽ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോഴേ കുന്നശ്ശേരി പിതാവും പൗതി പിതാവും പിന്നെ പൗളീനസ് പിതാവും ഞാനും കൂടെ ഞങ്ങൾ 4 പേരും കൂടെ പോയത്. ഒന്നിച്ച് വർത്തമാനം പറഞ്ഞാൽ ഒത്തിരി ഞങ്ങൾ വൊക്കേഷൻസിനെ പറ്റുന്നത്. ദാറ്റ് മീൻസ് ദ സോ കോൾ പ്രോഗ്രസീവ് ഐഡിയാസ് ഓഫ് വറ്റിക്കാൻ II ഹാസ് നോട്ട് അറ്റ് റീച്ച്ഡ് കേരള. നമുക്ക് വൊക്കേഷൻസൊക്കെ ഉണ്ട് പറഞ്ഞപ്പോഴേ അന്നേരം മനസ്സിലായി അദ്ദേഹം നമ്മുടെ ഓരോ കാര്യത്തെപ്പറ്റിയും വറ്റിക്കാൻ കൗൺസിലിൻ്റെ വികലമായ പ്രവർത്തനങ്ങൾ, കൗൺസിൽ കഴിഞ്ഞിട്ടുള്ള വികലമായ വികസനങ്ങളെല്ലാം അതിനെപ്പറ്റി സൂചിപ്പിച്ചാണ് പിതാവ്. സോ കോൾ പ്രോഗ്രസീവ് ഐഡിയാസ് ഓഫ് വറ്റിക്കാൻ II. വറ്റിക്കാൻ II വന്ന് ഏറ്റവും നല്ലൊരു കൗൺസിലാണല്ലോ വറ്റിക്കാൻ. പക്ഷെ വേണ്ടത്ര പഠിച്ചില്ല, വേണ്ടത്ര അതിനെപ്പറ്റി പഠിക്കാനുള്ള സന്ദർഭം കിട്ടിയിട്ടില്ല. വത്തിക്കാൻ കൗൺസിൽ വന്നതിന് ശേഷം സഭയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട്? വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ മാറ്റം വന്ന സഭകൾ, പൗരസഭകളെ പറ്റിയുള്ള പൊതുവായ ധാരണ, പൗരസഭകൾ സഭയുടെ കൂട്ടായ്മയുള്ള ബന്ധം. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി, 1985 എൻ്റെ ഓർമ്മ, ക്രിസ്മസ് അവസരത്തിൽ മാർപ്പാപ്പ ഒരു സന്ദേശം നൽകും ക്യൂരിയ മെമ്പേഴ്സിന് എല്ലാവർക്കും. അതിൽ പറയുകയുണ്ടായി, ചർച്ച് ഹാസ് ടു ലേൺ അഗൈൻ ടു ബ്രീത്ത് വിത്ത് ഹിസ് ബോത്ത് 2 lungs, വൺ ഈസ്റ്റേൺ ദി അതർ വെസ്റ്റേൺ. രണ്ടും കൂടെ സമന്വയിപ്പിക്കുന്ന ഒരു. അതാ എത്രമാത്രം അതിനുമ്പ് അത്രയും പ്രാധാന്യം കിട്ടിയിരുന്നില്ല സഭയ്ക്ക്. സഭ ഈ ഈസ്റ്റേൺ ചർച്ചസിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പം വ്യത്യാസം വന്നല്ലോ. ഇപ്പം വളരെ മാറ്റമായി. കാരണം
പൗരസഭകൾ കാത്തുസൂക്ഷിക്കുന്ന അവരുടെ പൗരാണികത, അവർ കാത്തുസൂക്ഷിക്കുന്ന കാര്യങ്ങൾ, അവരുടെ വിശ്വാസ ജീവിതം, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ പരസ്പര പൂരകങ്ങളല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് പോകേണ്ടത്. അത് വളരെ കൂടുതലായിട്ട് വന്നു പറ്റിക്കാൻ. അതുപോലെ തന്നെ മറ്റ് മതങ്ങളായിട്ടുള്ള ബന്ധങ്ങളിലും കൂടുതൽ മാറ്റം വന്നിട്ടുണ്ട്. ചേർച്ച് ഇൻ ദ മോഡേൺ വേൾഡ് ഒന്നാമതൊരു ഡോക്യുമെൻ്റാണ്. പക്ഷെ എല്ലാവരും പഠിച്ചിട്ടില്ല വേണ്ടത്ര. ഒത്തിരി വിമർശനങ്ങളുണ്ട് അതിനെപ്പറ്റി. അതാണ് സങ്കടകരം. പിതാവെ, 99 വയസ്സ് പിന്നിട്ട് 100 എന്ന് പറയുന്ന മാജിക് നമ്പറിൽ എത്തി നിൽക്കുകയാണ്. ഇത്രയും ഊർജ്ജസ്വലനായിട്ട് ഇപ്പോൾ നടക്കാൻ പറ്റുന്നതിൻ്റെ രഹസ്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ആത്യന്തികമായിട്ട് പറയുവാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ എൻ്റെ ഫാദർ 104 വയസ്സിലാണ് മരിക്കുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ 99 വയസ്സിലാണ് മരിക്കുന്നത്. എൻ്റെ അങ്കിൾസ് എല്ലാം 100 വയസ്സിനടുത്ത. അപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് ഞങ്ങൾ കുടുംബങ്ങൾ 100 വയസ്സിനടുത്ത പ്രായം ഉണ്ടായിരുന്നു. അതായിരിക്കും ഒരു കാരണം എനിക്ക് തോന്നുന്നു. പിന്നെ സാധാരണ ജീവിതം, ഞാൻ വലിയൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളാണ് ഞാൻ. ഇതൊക്കെ പഠിക്കുമ്പോഴൊക്കെ വളരെ പരിമിതമായൊരു ജീവിതം. എൻ്റെ ഈ ഭക്ഷണ രീതികളൊക്കെ വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ടായിരുന്നായിരിക്കും ഒരു പക്ഷേ വന്നത്. അല്ലാതെ വലിയ ആഡംബര ജീവിതത്തിൽ എനിക്ക് പണമില്ല, പിന്നെ എനിക്ക് അതിന് വലിയ താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഞാൻ പോകാറില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രായത്തേക്ക്. പക്ഷേ എനിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അധികം കാര്യമായിട്ട്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ഓപ്പറേഷൻ തന്നെ ഉണ്ടായ ഹാർട്ടിന് വേണ്ടി. അതിനും പോലെ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 100 കഴിഞ്ഞ് 150ലേക്കും കടക്കട്ടെ എന്നുള്ളൊരു ആശംസയുണ്ട്. അപ്പോൾ അതോടൊപ്പം ശാലോം പ്രേക്ഷകരോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ക്രൈസ്തവ സഭയോടുള്ള ബന്ധമാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സഭാ കേന്ദ്രീകൃതമാണ്. സഭയുടെ നന്മയെ മുൻപിൽ കണ്ടുള്ള പ്രവർത്തനമാണ്. അത് തുടർന്നുകൊണ്ട് പോകണം. ഇന്ന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, വളരെയേറെ വിമർശനങ്ങൾ സഭയ്ക്കെതിരായിട്ടുണ്ടെന്ന്. വസ്തുനിഷ്ഠമായിട്ടും വസ്തുനിഷ്ഠമല്ലാതെ എല്ലാ തരത്തിലും ഞാൻ ചിലപ്പോഴൊക്കെ കേൾക്കുന്നുണ്ട് ഓരോ വിമർശനങ്ങൾ, വളരെ വേദനാജനകമായ വിമർശനങ്ങൾ. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ വളരെയേറെ ശക്തമായിട്ട് സഭയുടെ പ്രമാണങ്ങൾ, സഭയുടെ ജീവിത രീതി, സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് വലിയ കാര്യമത്. അതുകൊണ്ട് ഈ നിങ്ങളുടെ പ്രവർത്തനം എത്രയോ വിലപ്പെട്ടതാണ്. പലരും അതിനെ വിലമതിക്കുന്നില്ല. എനിക്കറിയത്തില്ല, വിലമതിക്കുന്നില്ല എൻ്റെ വിചാരം. ഷലോം ചെയ്യുന്ന കാര്യങ്ങൾ, ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ അതിന് വിലയുണ്ട്. ഇന്നല്ല നമ്മൾ അതിൻ്റെ വില അറിയുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തുടർന്നുകൊണ്ട് പോവുക. പിതാവേ, ഒത്തിരി നന്ദി. നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കേണ്ട സമയമായി. ഒരു പ്രാർത്ഥനയോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ശാലോം TV നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രയോ വിലമതിപ്പിക്കപ്പെട്ടതാണ്. അവരെ അനുഗ്രഹിക്കുന്ന അവരെല്ലാ പ്രവർത്തനങ്ങളും വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ പ്രവർത്തനം, ഇവരുടെ ഈ ഷലോമിൻ്റെ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അങ്ങനെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് അയച്ചുകൊണ്ട് പറയുകയുണ്ടായി, നിങ്ങൾ ലോകം പോയി സുവിശേഷം അറിയിക്കുക. അതിൻ്റെ ഒരു ഭാഗമാണ്
ഇന്ന് ഷലോം TV നടത്തുന്നത്. കർത്താവ് ലൂക്കായുടെ സുവിശേഷം നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരെ സന്ദേശം നൽകിയ ശേഷം കർത്താവ് കൈ ഉയർത്തി അവരെ വിളിച്ച് അനുഗ്രഹിച്ചു. ആ കൈയിൽ നിന്നും ഉയർന്നു നിൽക്കുകയാണ്. ആ കൈ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.